ഭർത്താവോ? അവൻ സംശയത്തോടെ ചോദിച്ചു. എന്താ, ഇയാൾ ഭർത്താവെന്ന് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. ആ ആ പറഞ്ഞ സംഭവമാണ് ഞാൻ. എന്താ, ഇനി എന്തെങ്കിലും അറിയണമെന്നുണ്ടോ? ഒന്നുമില്ല. ശരി, പോട്ടെ പെങ്ങളെ. അവൻ മാളുവിനെ നോക്കി പറഞ്ഞതും അവൾ അന്തിച്ചു നിൽക്കുകയായിരുന്നു. അതെന്താ, ഇയാൾക്ക് ഇപ്പോൾ ഇവിടെ പരിചയപ്പെടണ്ടേ? വേണ്ട ചേട്ടാ, ഞാൻ ഈ കുട്ടി വെറുതെ അവിടെ ഒറ്റയ്ക്കിരുന്നപ്പോൾ ഒരു കൂട്ടിന്. ആഹാ, അത് കൊള്ളാലോ. താൻ ഒറ്റയ്ക്കിരിക്കുന്ന എല്ലാ പെൺകുട്ടികളെയും പരിചയപ്പെടുവോ? അയ്യോ, അങ്ങനെയല്ല ചേട്ടാ, ഞാൻ വെറുതെ ഒരു തമാശയ്ക്ക്. അവൻ ഇളിച്ചു കാണിച്ചു. നീ ചെക്കൻ്റെ വീട്ടിൽ നിന്നാണോ? അതെ, ചെറുക്കൻ്റെ കസിനായിട്ട് വരും. അവൻ ചിരിയോടെ നാദിനെ നോക്കി മറുപടി പറഞ്ഞു. ചെല്ല് ചെല്ല്. നാദ് പറഞ്ഞതും അവൻ അവളെ ഒന്ന് നോക്കി നല്ലോണം ഇളിച്ചു കാണിച്ചു കൊണ്ടുപോയി. അപ്പോഴും നാദിൻ്റെ അടുത്ത് അന്താളിച്ച് നിൽക്കുകയായിരുന്നു മാളു. എന്താടി? ഒന്നുമില്ല. ആരെങ്കിലും എന്തേലും പറഞ്ഞാൽ പാവാടയും പൊക്കിപ്പിടിച്ച് ഓടിക്കണം. ഇങ്ങനെയൊരു പെണ്ണ്. വാ. അവൻ അവളുടെ തോളിൽ കൂടി കൈയിട്ടുകൊണ്ട് അവളെയും കൂട്ടി നടന്നു. അവരുടെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് വൈകിട്ടാണ് അവനും മാളുവും തിരികെ വീട്ടിലെത്തിയത്. ഗ്രേസി ഉച്ചയ്ക്ക് ലീവ് എടുത്ത് ഒന്ന് മുഖം കാണിക്കാൻ ഓഡിറ്റോറിയത്തിൽ വന്നിരുന്നു. പിന്നെയും അവർ കോളേജിലേക്ക് തന്നെ മടങ്ങിപ്പോയി. അവർ വന്നപ്പോഴേക്കും ഗ്രേസി കോളേജിൽ നിന്നും എത്തിയിട്ടുണ്ടായിരുന്നു. അടിച്ചു പൊളിച്ചോ മോളെ? അവളെ കണ്ടതും ഗ്രേസി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എവിടുന്ന് ആൻറ്റി? ഇതൊരു പാവയെ പോലെയാ. നമ്മൾ അവിടെ നിൽക്കാൻ പറഞ്ഞാൽ അവിടെ നിൽക്കും. ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും ഇരുത്തിയിട്ട് പോയാൽ നമ്മൾ എത്ര ടൈം കഴിഞ്ഞു വന്നാലും അവിടെ തന്നെ ഇരിക്കുന്നത് കാണാം. പിന്നെയാ അടിച്ചു പൊളിക്കുന്നത്. സിറിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് പിന്നെ എനിക്ക് അവിടെ ആരെയും അറിയാത്തത് കൊണ്ട്. പിന്നെ അല്ലെങ്കിൽ നീ അവിടെ സ്റ്റേജിൽ പോയി ഡാൻസ് കളിച്ചേനെ. ഒന്ന് പോയേ പെണ്ണേ, ഇത്ര ദിവസമായി. നിനക്ക് എന്നെ അറിയാലോ, ദൈവനെ അറിയാലോ, എന്നിട്ട് ഞങ്ങളോട് നീ നേരെ ചൊവ്വയൊന്നും മിണ്ടിയിട്ടുണ്ടോ? ഇതേ പെണ്ണെ, ഒരു കാര്യം ഞാൻ പറയാം. എൻ്റെ പെണ്ണെപ്പോഴും സ്ട്രോങ് ആയിട്ടിരിക്കണം. അതാ എനിക്കിഷ്ടം. അല്ലാതെ ആരെങ്കിലും ഒന്ന് കണ്ണുരുട്ടിയാൽ ഇരുന്ന് പോകുന്നതിനൊന്നും എനിക്കിഷ്ടപ്പെടില്ല. നാദ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സിറില്, ഇത് നീ തന്നെയാണോ പറയുന്നേ എന്ന രീതിയിൽ അവനെ നോക്കിയതും അവൻ ചിരിച്ചു കാണിച്ചു. മതി രണ്ടൂടെ കൊച്ചിനെ കളിയാക്കുന്നത്. മോള് പോയി ഡ്രസ്സൊക്കെ മാറിയിട്ടൊന്ന് കിടക്കാൻ നോക്ക്. എന്തോ? എങ്ങനെ? മമ്മിയുടെ പറച്ചിൽ കേട്ടാൽ തോന്നുമല്ലോ ഇവളാ അവിടെ വിളമ്പാൻ നിന്നത് എന്ന്. കേട്ടോടെ സിറിലെ, ഈ മമ്മിക്ക് ഇവള് വന്നതിന് ശേഷം ചായ അങ്ങോട്ട് പോയോ എന്നൊരു സംശയം. പണ്ടേ പറയുമായിരുന്നു ഒരു പെങ്കൊച്ചിനെ വേണമെന്ന്. എനിക്കറിയാം. ഇപ്പോൾ നമ്മളൊക്കെ പുറത്ത്. നാദ് വിഷമത്തോടെ പറഞ്ഞതും മാളു ഉൾപ്പെടെ എല്ലാവരും ചിരിച്ചു. പിന്നെ നാദ്, മറ്റേ നിത്യയുടെ കാര്യത്തിൽ ഇന്ന് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവളുടെ പപ്പ വന്ന് കുറേ ഷൗട്ടൊക്കെ ചെയ്തിട്ടാണ് പോയത്. ലാസ്റ്റ് പിന്നെ സാറുമാരൊക്കെ പറഞ്ഞു ലാസ്റ്റ് ഇയർ ആയതുകൊണ്ട് വിട്ടേക്കാൻ. ഞാനും അങ്ങനെ തന്നെയാ പറഞ്ഞത്. അയാൾക്കിപ്പോൾ മോളെ എന്നെ കൊണ്ട് കെട്ടിക്കണം. ഇപ്പം നടന്നത് തന്നെ, നാദ് പുച്ഛത്തോടെ പറഞ്ഞു. നാദ്, നാളെ എന്താ പരിപാടി? അവധിയല്ലേ? നമുക്ക് ഇവളെ കൂട്ടി പുറത്തേക്കൊന്ന് പോകാം. ഇവളിവിടെ വന്നിട്ടെങ്ങും പോയില്ലല്ലോ. സിറിൽ ചിരിയോട് ചോദിച്ചു. അതിനെന്താ, നമുക്ക് പോകാം. മമ്മി റെഡിയല്ലേ? അഭി ഇനിയിപ്പോൾ തിരക്കായിരിക്കും. കല്യാണം അങ്ങോട്ട് കഴിഞ്ഞതല്ലേ ഉള്ളൂ. നമുക്ക് 3 പേർ കൂടി പോകാം. ഉച്ചയ്ക്ക് ഫുഡൊക്കെ നമുക്ക് പുറത്തു നിന്ന് കഴിക്കാം. എന്താ? നാദ് ചോദിച്ചതും ഗ്രേസി തലയാട്ടി. 3 ദിവസം അവധിയല്ലേ? മോള് വീട്ടിലേക്ക് പോകുന്നുണ്ടോ? ഗ്രേസി സംശയത്തോടെ ചോദിച്ചു. വേണ്ട, നാദ് ദേഷ്യത്തോടെ പറഞ്ഞു. മാളു ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇപ്പോൾ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ, പിന്നെന്തിനാ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത്? ഇനി ഏതെങ്കിലും ലോങ് ലീവ് വരുമ്പോൾ പോയാൽ മതി. അവൾ നോക്കുന്നത് കണ്ടതും നാദ് പറഞ്ഞു. അത് കേട്ട് ഗ്രേസിയും സിറിലും പരസ്പരം നോക്കി ചിരിച്ചു. മോള് പോയി ഫ്രഷ് ആയിട്ട് വാ. ഗ്രേസി ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി മുറിയിലേക്ക് നടന്നു. അവൾ ഫ്രഷായി ഫോൺ എടുത്ത് നോക്കി. അഞ്ജുവിൻ്റെയും അച്ചുവിൻ്റെയും ഗ്രൂപ്പ് വീഡിയോ മിസ്ഡ് കോൾ കിടപ്പുണ്ടായിരുന്നു. അവൾ ഫോൺ എടുത്ത് അതിൽ തിരികെ വിളിച്ചതും അവർ മറുവശത്തു നിന്നും കോൾ എടുത്തു. എങ്ങനെയുണ്ടായിരുന്നടി? അടിച്ചു പൊളിച്ചോ മാരേജ്? കുഴപ്പമില്ലായിരുന്നു. എനിക്കവിടെ ആരെ അറിയില്ലല്ലോടി. അതുകൊണ്ട് അവരൊക്കെ പോയപ്പോൾ ഞാൻ ഒരിടത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. അഭിയേട്ടൻ വിളിച്ചത് കൊണ്ടാ. പിന്നെ ആൻറ്റിയും നിർബന്ധിച്ചു പോകാൻ. ഇല്ലെങ്കിൽ ഞാൻ പോകില്ലായിരുന്നു. എന്തായാലും നീ പറഞ്ഞത് കാര്യമായി. ഇന്നലെ നീ നാദിചേട്ടനെയും മാമിനെ പറ്റിയൊക്കെ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇന്ന് എല്ലാവരും അന്തം വിട്ടിരിക്കുന്നത് പോലെ ഞങ്ങളും ഒന്നും അറിയാതെ ഇരിക്കേണ്ടി വന്നേനെ. എടി, എല്ലാവരും ഞങ്ങളോട് രാവിലെ ചെന്നപ്പോൾ ചോദിച്ചു നീ എന്താ വരാത്തതെന്ന്. ഞങ്ങൾ പറഞ്ഞു അറിയില്ലെന്ന്. കുറച്ച് കഴിഞ്ഞ് ഇൻ്റർവെൽ കഴിഞ്ഞപ്പോൾ നാദിചേട്ടനും ഇന്ന് കോളേജിൽ വന്നിട്ടില്ലെന്ന് പിള്ളേർ പറഞ്ഞു. അപ്പോൾ തന്നെ ഓരോരുത്തർ അവിടെ ഇരുന്ന് പറയാൻ തുടങ്ങി നിങ്ങൾ കറങ്ങാൻ പോയതാണെന്ന്. ഞങ്ങൾക്ക് കാര്യം അറിയാവുന്നതുകൊണ്ട് ഞങ്ങളൊന്നും മിണ്ടിയില്ല. ഉച്ചയ്ക്ക് നിങ്ങളുടെ ഫോട്ടോസ് ഗ്രൂപ്പിൽ വന്നപ്പോൾ എല്ലാവരും ഞെട്ടി. വെറുതെ പറഞ്ഞതാണെങ്കിലും അതൊക്കെ സത്യമാണെന്നറിഞ്ഞപ്പോൾ നമ്മുടെ ക്ലാസ്സിലെ പിള്ളേർ തന്നെ കുശുമ്പ് കുത്തി സംസാരിക്കാൻ തുടങ്ങി. അഞ്ജു ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. എടി, നിനക്കറിയുമോ നമ്മുടെ ക്ലാസ്സിലെ പല പെൺകുട്ടികൾക്കും നിന്നോടിപ്പോൾ കുശുമ്പാടി. ശരിക്കും അസൂയയോടെ നിന്റെ കാര്യങ്ങൾ അവളുമാർ പറയുന്നത്, അച്ചു പറഞ്ഞു. എടി പിന്നെ ഇന്നൊരു സംഭവം ഉണ്ടായി. അഞ്ജു എന്തോ ഓർത്തതുപോലെ പറഞ്ഞു. എന്താടി? എടി പിന്നെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഈ ഫോട്ടോസൊക്കെ പബ്ലിഷ് ആയതിനു ശേഷം ആ നിത്യ ചേച്ചിയുടെ ഒരു ഫ്രണ്ടില്ലേ ആശ, അവരും ഗ്യാങ്ങും വന്നിരുന്നു. നിത്യ വന്നില്ല.
നമുക്ക് ഉച്ച കഴിഞ്ഞ് ലിച്ചി മിസ് വന്നില്ല. ആ ടൈമിലാ വന്നത്. ഒരു കൊട്ടയുണ്ടായിരുന്നു എല്ലാത്തിൻ്റെയും മുഖം. അഞ്ജു അവളോട് പറഞ്ഞു. എന്നിട്ട് റാഗിങ് ആണോടി? അല്ലടി, അതൊന്നുമല്ല. അവർ വന്നത് നിന്നെ വെല്ലുവിളിക്കാനാ. എന്നെ വെല്ലുവിളിക്കാനോ? മാളു സംശയത്തോടെ ചോദിച്ചു. അതെ. എന്താ അവർ പറഞ്ഞത്? നിന്നെ ഇവിടെ സ്വസ്ഥമായി പഠിക്കാൻ സമ്മതിക്കില്ലെന്നും നാച്ചേട്ടനെ നീ തട്ടിയെടുത്തതാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ ആ നിത്യ ചേച്ചി നാണം കെട്ട് നിന്നതുപോലെ നിന്നെ നിർത്തുമെന്ന് പറഞ്ഞു. നിന്നോട് പറഞ്ഞേക്കാം വെല്ലുവിളിച്ചിട്ടാ പോയത്. എടി, നീ പേടിക്കണ്ട, നാച്ചേട്ടൻ നോക്കിക്കോളും. നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. അഞ്ജു അവളെ സമാധാനിപ്പിച്ചു. എനിക്കതാടി പേടി. എൻ്റെ കൂടെ നിൽക്കുന്നത് കൊണ്ടല്ലേ അവർക്കൊക്കെ എന്നോട് ഇത്ര ദേഷ്യം. മാളു വിഷമത്തോടെ അവരോട് പറഞ്ഞു. ആണ്, പക്ഷേ ഇപ്പോൾ നീ ഇവിടെ തോറ്റു കൊടുക്കരുത്. അവളൊന്ന് മൂളി. അതിരിക്കട്ടെ. എടി, നാളെ എന്താ പരിപാടി? നാളെ ലീവല്ലേ? മാളുവിൻ്റെ മുഖം മാറിയതും അഞ്ജു വിഷയം മാറ്റാനെന്ന രീതിയിൽ അവളോട് ചോദിച്ചു. നാളെ പുറത്തൊക്കെ പോകാമെന്ന് സുരേഷേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ 3 പേരും കൂടി നാളെ പുറത്തേക്ക് പോകുക. ഉച്ചയ്ക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ എന്നാ പറഞ്ഞത്. മാളു ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു. അപ്പോൾ നാളെയും സ്റ്റാറ്റസ് ഒക്കെ കാണാമല്ലോ. ഇനി അത് മതി കോളേജിൽ ആ നിത്യയും കൂട്ടരും അടുത്ത പ്രശ്നമുണ്ടാക്കാൻ. അഞ്ജു ചിരിയോടെ പറഞ്ഞു. അത് ഞാൻ പറയും, നാളെ സ്റ്റാറ്റസ് ഒന്നും ഇടണ്ട എന്ന്. നീ പറഞ്ഞു നോക്ക്. പിന്നെ വേറെ എന്തൊക്കെയുണ്ടെന്ന് കോളേജ് വിശേഷം? ഇന്ന് എല്ലാവരും വന്നോടി? ഒരുപാട് പഠിപ്പിച്ചോ? മാളു സംശയത്തോട് ചോദിച്ചു. ഇല്ലടി, ക്ലാസ് സ്റ്റാർട്ടായിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ട് ടീച്ചേഴ്സ് ഒന്നും പഠിപ്പിച്ചില്ല. അടുത്ത ആഴ്ച മുതൽ പഠിപ്പിക്കാമെന്നാ പറഞ്ഞേ. പിന്നെ നാളെ ദീപാവലി ആയതുകൊണ്ട് ഉച്ച കഴിഞ്ഞ് കോളേജിൽ പടക്കം പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇന്നതുകൊണ്ട് 3 മണിവരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ അപ്പോഴേക്കും ഇറങ്ങി. അച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് മാളുവിൻ്റെ കഥകിന് ആരോ മുട്ടിയത്. എടി, ആരോ വന്നു എന്ന് തോന്നുന്നു, ഞാൻ പിന്നെ വിളിക്കാവേ. അതും പറഞ്ഞ് മാളു ഫോൺ വെച്ചു. അവൾ ഫോൺ ചാർജ് ചെയ്യാനിട്ടിട്ട് പോയി കഥക് തുറന്നു. നിറഞ്ഞ ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്ന നാഥനെ കണ്ടതും അവളുടെ വയറ്റിൽ വെപ്രാളം പോലെ തോന്നി. അവൻ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വാതിലടച്ച് കുറ്റിയിട്ടുകൊണ്ട് അവളെ നോക്കി. എന്താ? അവൾ വിറയലോട് ചോദിച്ചു. അതെ, ഇന്ന് ധാവണി കണ്ടപ്പോൾ ഇച്ചാനൊന്നും തന്നില്ലല്ലോ മോൾക്ക്, അത് തരാൻ വന്നതാ. അവൻ മീശ പിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നതും അവൾ പേടിച്ച് പുറകിലേക്ക് മാറിക്കൊണ്ടിരുന്നു. പറയേ, തരണ്ടേ? അവൻ അവളുടെ 2 സൈഡിലും കൈവച്ച് ലോക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ വേണ്ടെന്ന് ചുമലനക്കി. അപ്പോഴേക്കും അവൾ വിയർത്തിരുന്നു. കൈകളും കാലുകളും വിറയ്ക്കാൻ തുടങ്ങി. ചുണ്ടിന് മുകളിലും മൂക്കിലുമായിട്ട് വിയർപ്പ് തുള്ളികൾ പ്രത്യക്ഷപ്പെട്ടു. അവനതൊക്കെ തള്ളവിരൽ കൊണ്ട് ഒന്ന് തുടച്ചു കൊടുത്തു. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു വെച്ചിരിക്കുകയായിരുന്നു. മാളു, അവൻ അരുമയായി വിളിച്ചതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി. വാ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അവൻ അവളുടെ തോളിൽ കൂടി കൈയിട്ടുകൊണ്ട് അവളെയും ചേർത്ത് പിടിച്ച് കട്ടിലിലേക്ക് ചെന്നിരുന്നു. മാളു, നീ ഇത്ര പാവമായി പോകരുത്. നിന്നോട് ആരെന്ത് പറഞ്ഞാലും നിന്റെ ഇഷ്ടമില്ലാതെ ആര് നിന്റെ ശരീരത്തിൽ തൊട്ടാലും അറ്റ്ലീസ്റ്റ് പ്രതികരിക്കാനെങ്കിലും നീ പഠിക്കണം. എനിക്ക് പേടിയാ. എന്തിനാ പേടിക്കുന്നേ? അതിന് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നോക്കിക്കേ, നീ ഇത്ര പാവമായി ആരെങ്കിലും ഒന്ന് കണ്ണുരുട്ടിയാലൊക്കെ പേടിക്കുന്നത് കൊണ്ടാണ് നിന്നെ എല്ലാവരും പേടിപ്പിച്ച് നിർത്താൻ ശ്രമിക്കുന്നത്. ആ നിത്യയില്ലേ, അവൾ ഒരു പ്രത്യേക ക്യാരക്ടറാണ്. അവളുടെ പപ്പയും അമ്മയും അവളെ കൊഞ്ചിച്ചാണ് വളർത്തിയത്. അതുകൊണ്ട് തന്നെ അവൾക്ക് അതിൻ്റേതായിട്ടുള്ള വാശിയുമുണ്ട്. ചോദിക്കുന്ന എന്തും അവളുടെ കയ്യിൽ കൊണ്ടെത്തിച്ച് വളർത്തിയത് കൊണ്ട് അവൾക്ക് അത് ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടിയിരിക്കണം. അത് സ്ഥാനമാണെങ്കിലും ആരാണെങ്കിലും. നിനക്കറിയോ, ശരിക്കും വൈസ് ചെയർമാൻ ആകേണ്ടത് അവളല്ലായിരുന്നു, മറ്റൊരു പെൺകുട്ടിയായിരുന്നു. അവൾ ജൂനിയർ കുട്ടികളെ ഭീഷണിപ്പെടുത്തിയാണ് ഈ സ്ഥാനം നേടിയത്. അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവൾക്ക് ആഗ്രഹിക്കുന്നത് കിട്ടാൻ അവൾ എന്തും ചെയ്യും. ഇപ്പോൾ അവളുടെ ടാർഗറ്റ് നീയാണ്, എന്നെ നേടാൻ വേണ്ടി. പക്ഷേ അതൊരിക്കലും നടക്കാത്ത സ്വപ്നമാണ്. എന്നെ നേടാൻ അവൾ എന്ത് വൃത്തികെട്ട കളിയും കളിക്കും. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അവൾ എന്തൊപ്പിച്ചാലും എന്ത് കളി കളിച്ചാലും നീ എന്നെ അവിശ്വസിക്കരുത്. ഈ നാഥിൻ്റെ മനസ്സിൽ ഒരു പെണ്ണേ ഉള്ളൂ, അത് ജാനകി എന്ന എൻ്റെ മാളുവ. അവൻ അവളുടെ താടിത്തുമ്പിൽ പിടിച്ച് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് പേടിയാ. ഇതൊന്നും വേണ്ട, വീട്ടിൽ സമ്മതിക്കില്ല, അച്ഛൻ വിഷമിക്കും. അവൾ പേടിച്ചു പറഞ്ഞു. നിന്റെ വീട്ടിൽ പറഞ്ഞ് ഞാൻ സമ്മതിപ്പിച്ചോളാം. എനിക്കെന്തായാലും നിന്നെ വേണം. അപ്പോൾ അതിനുള്ളതൊക്കെ ഞാൻ ചെയ്തോളാം. നിനക്ക് അത്രയും പോരെ? അവൻ പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ അവനെ നോക്കി. എനിക്ക് ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി, നിനക്കെന്നെ ഇഷ്ടമാണോ എന്ന്, എൻ്റെ കൂടെ ജീവിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന്. അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതിന് അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല. പറയ്, എന്നെ ഇഷ്ടമാണോ? അവൻ അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുയർത്തി. അവൾക്ക് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. ഒരു സൈഡിൽ അവനോട് എവിടെയൊക്കെയോ ഒരു ഇഷ്ടമുണ്ട്, മറു സൈഡിൽ അച്ഛനും അമ്മയും സമ്മതിക്കുമോ എന്നുള്ള പേടിയും. ശരി, എനിക്കറിയാം നിന്റെ മനസ്സിലിപ്പോൾ പലകൂട്ടം ചിന്തകളായിരിക്കും. നിനക്കൊരു തീരുമാനം എടുക്കാൻ കഴിയില്ലെന്നും എനിക്കറിയാം. പക്ഷേ ഈ മനസ്സിൽ ഞാനുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമാളൂ.
അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി എന്നോട് എന്ത് പറയുമെന്നോർത്ത് നീ വിഷമിക്കണ്ട കേട്ടോ. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ തലയാട്ടി. നിനക്ക് എന്നോട് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. നിത്യ ക്ലാസ്സിൽ വന്ന് പറഞ്ഞത് അവനോട് പറയണോ എന്നവൾ ചിന്തിച്ചു. പിന്നെയും അവൻ എങ്ങനെ പ്രതികരിക്കുമെന്നറിയാത്തത് കൊണ്ട് അവൾ അത് വേണ്ടെന്ന് വെച്ചു. പറയ്, എന്തേലും എന്നോട് പറയാനുണ്ടോ? അവൻ വീണ്ടും ചോദിച്ചു. അവൾ ഒന്നുമില്ലെന്ന് ചുമലനക്കി. എൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിച്ചോ? വിളിച്ചു. എന്നിട്ട് അവരെന്തു പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ലേ? ക്ലാസ്സിൽ വിശേഷിച്ച് ഒന്നും നടന്നില്ലേ ഇന്ന്? അവൻ വീണ്ടും ചോദിച്ചു. അത് കേട്ടതും അവൻ എന്തേലും അറിഞ്ഞോ എന്നവൾക്ക് സംശയം തോന്നി. അവൾ ഒന്നുമില്ലെന്ന് പറഞ്ഞു. ശരി, നീ കിടന്നോ. അവൻ പറഞ്ഞതും അവൾ തലയാട്ടി. അവൻ ഒന്നുകൂടി അവളെ നോക്കി. അവളുടെ നെറുകയിലൊന്ന് തലോടിക്കൊണ്ട് അവൻ അവളുടെ മുറിയിൽ നിന്നും ഇറങ്ങി. അവൻ്റെ മുറിയിൽ ചെന്നതും സിറിൽ അവൻ്റെ മുറിയിലുണ്ടായിരുന്നു. എന്തേലും പറഞ്ഞോ അവള്? സിറിൽ സംശയത്തോടെ അവനോട് ചോദിച്ചു. ഇല്ലടാ, ഒന്നും പറഞ്ഞില്ല. പേടിച്ചിട്ടായിരിക്കും. എന്തായാലും അവളുമാർ വിളിച്ച് പറയാതിരിക്കില്ല മാളുവിനോട്. അവൾ മനഃപൂർവ്വം എന്നോട് പറയാഞ്ഞതാ. ഞാൻ പ്രശ്നമുണ്ടാക്കുമെന്നുള്ള പേടിയായിരിക്കും. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മാളുവിൻ്റെ കാര്യത്തിൽ നിന്റെ തീരുമാനം എന്താ നാഥ്? അതിപ്പോൾ തീരുമാനിക്കാൻ എന്താടാ? അവൾ എൻ്റെയാ. അത് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. അവൾക്ക് തണലായി ഞാൻ എപ്പോഴും ഉണ്ടാകും. പക്ഷേ അവൾ സമ്മതിക്കുമോ? അവളുടെ അച്ഛനെയും അമ്മയും വിഷമിച്ച് നിന്നെ വേണമെന്ന് അവൾ പറയുമോ? എനിക്ക് തോന്നുന്നില്ലടാ. അവളൊരു പാവമല്ലേ. അങ്ങനെയൊക്കെ എതിർത്ത് സംസാരിക്കാൻ അവൾക്ക് പറ്റുമോ? അവളത് ചെയ്യുമോ? അറിയില്ല, നോക്കാം. എന്തായാലും ഈ നാഥൻ്റെ ലൈഫിൽ ഒരു പെണ്ണേ ഉള്ളൂ, അതവളാ. അതിനെത്ര നാൾ കാത്തിരിക്കേണ്ടി വന്നാലും. അവൻ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ പറഞ്ഞു. ദീപാവലിയുടെ പിറ്റേന്ന് പതിവ് പോലെ മാളു എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി. ഇന്നവൾ ഒരു പിങ്ക് കളർ സൽവാറാണ് ഇട്ടിരുന്നത്. അവൾ ഒരുങ്ങി താഴേക്ക് ഇറങ്ങിയതും ഡൈനിങ് ടേബിളിൽ അവളെ കാത്ത് ഗ്രേസി ഉണ്ടായിരുന്നു. അവർ വർത്തമാനം പറഞ്ഞ ആഹാരമൊക്കെ കഴിച്ചിട്ട് പതിവ് പോലെ കോളേജിലേക്ക് ഇറങ്ങി. ഗ്രേസിയും അവളുമായിരുന്നു ഫസ്റ്റ് കോളേജിലെത്തുന്നത്. കുട്ടികളൊക്കെ പിന്നീട് മാത്രമേ വരുള്ളായിരുന്നു. അതുകൊണ്ട് ഇവരൊന്നിച്ചാണ് വരുന്നതെന്ന് ആർക്കും അറിയില്ല. സമയം പോകും തോറും പിള്ളേരും കോളേജിലേക്ക് വന്നുകൊണ്ടിരുന്നു. തലേന്നത്തെ മാരേജിന്റെ വിശേഷങ്ങൾ അഞ്ജുവിനോടും അച്ചുവിനോടും പറയുവാണ് മാളു. ഒരു പയ്യൻ ശല്യപ്പെടുത്താൻ വന്നെന്നും നാദപ്പോ ഭർത്താവാണെന്ന് പറഞ്ഞതൊക്കെ അവൾ അവരോട് പറഞ്ഞു. അപ്പോൾ അവളുടെ മുഖത്തുണ്ടായ പ്രസരിപ്പും ചിരിയുമൊക്കെ അഞ്ജുവും അച്ചുവും ശ്രദ്ധിച്ചിരുന്നു. അത് വെച്ചിട്ട് അവർ അവളെ കളിയാക്കി. മാളു ശരിക്കും അതൊക്കെ ആസ്വദിച്ചിരുന്നു. അപ്പോൾ മാരേജ് അടിച്ചു പൊളിച്ചു അല്ലേടി? അഞ്ജു ചിരിച്ചുകൊണ്ട് ചോദിച്ചതും മാളുവും ചിരിച്ചു. ക്ലാസ്സിലെ പെൺപിള്ളേരൊക്കെ അവളെ കണ്ടതും കുശുമ്പോടെ നോക്കാൻ തുടങ്ങി. എന്നാൽ അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ നാദിനെപ്പറ്റി അവരോട് പറയുന്ന തിരക്കിലായിരുന്നു. എടി പിന്നെ, ഇന്നലെ ആ ചേച്ചിമാർ ഇവിടെ വന്ന് നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ആരോടേലും പറഞ്ഞോ? അവൾ സംശയത്തോട് ചോദിച്ചു. ഇല്ലടി, എന്താ? അല്ല, ഇന്നലെ എന്നോട് എടുത്തെടുത്ത് ചോദിച്ചു ക്ലാസ്സിൽ എന്തെങ്കിലും വിശേഷമുണ്ടായോ, നിങ്ങൾ വിളിച്ചോ എന്നൊക്കെ. ഇല്ലടി, ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അവൾ പറയുന്നത് കേട്ടതും അഞ്ജുവും അച്ചുവും പറഞ്ഞു. അവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ക്ലാസ് ടീച്ചർ വന്നു. പിന്നെ ഓരോരുത്തർ വരികയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് പുറത്തു പോയിട്ട് ചിരിച്ച് സംസാരിച്ച് വരുമായിരുന്നു അഞ്ജുവും മാളുവും അച്ചുവും. എടി, ആ നിൽക്കുന്നത് നിത്യ ചേച്ചിയും ഗ്യാങ്ങുമല്ലേ? വരാന്തയിൽ നിൽക്കുന്ന നിത്യയും ഗ്യാങ്ങിനെയും കണ്ടതും അഞ്ജു പറഞ്ഞു. ആ അതേടി, നമ്മളെ നോക്കുന്നുണ്ടല്ലോ. അച്ചു പറഞ്ഞു. നമുക്ക് എന്തായാലും ക്ലാസ്സിൽ പോയാലേ പറ്റുള്ളൂ, വാ നടക്ക്. അച്ചു പറഞ്ഞതും അവരൊന്നിച്ച് അങ്ങോട്ട് നടന്നു. മാളുവിന് വെപ്രാളം വരുന്നത് പോലെ തോന്നി. അവളുടെ നെഞ്ചൊക്കെ ഇടിക്കാൻ തുടങ്ങി. അവളായിരുന്നു വരാന്തയോട് ചേർന്ന് നടന്നിരുന്നത്. അവൾ അവരുടെ അടുത്തേക്ക് എത്തിയതും നിത്യ കാലുകൾ മുന്നിലേക്ക് വെച്ചു. മാളു അവളുടെ കാലിലേക്ക് തട്ടി താഴേക്ക് വീണു. ജാനകി! അഞ്ജുവും അച്ചുവും കൂടി അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അച്ചു ദേഷ്യത്തോടെ നിത്യയുടെ മുഖത്തേക്ക് നോക്കി. എന്താടി നോക്കി പേടിപ്പിക്കുന്നേ? തറയിൽ നോക്കി നടക്കണം. വായി നോക്കി നടന്നാൽ ഇതുപോലൊക്കെ വീഴും. ആശ അവളെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. വീഴ്ത്തിയതും പോരാ, എന്നിട്ട് ഞങ്ങളെ കുറ്റം പറയുന്നോ? അച്ചു ദേഷ്യത്തോട് ചോദിച്ചു. ഡി, നീ കണ്ടോ ഞങ്ങൾ ഇവളെ വീഴ്ത്തുന്നത്? ചുമ്മാ ആവശ്യമില്ലാത്ത പറഞ്ഞാലുണ്ടല്ലോ. നിത്യ അവൾക്ക് നേരെ കൈ ചൂണ്ടി. നിങ്ങൾ തന്നെയാ കാല് വെച്ച് ജാനകിയെ വീഴ്ത്തിയത്, അച്ചു ദേഷ്യത്തോടെ പറഞ്ഞു. അഞ്ജു അപ്പോഴേക്കും അവളെ എഴുന്നേൽപ്പിച്ചു. അവളുടെ മുട്ട് കുറച്ച് മുറിഞ്ഞിരുന്നു. മുട്ടിന്റെ സൈഡിലെ പാൻറ് കുറച്ച് കീറിയിരുന്നു. എടി, ഞങ്ങൾ സീനിയേഴ്സാ, ഞങ്ങളുടെ നേരെ തുള്ളുന്നോ നീ? നിത്യയുടെ കൂടെയുള്ള ഒരു പയ്യൻ അവൾക്ക് നേരെ കൈ ചൂണ്ടി ചോദിച്ചു. അപ്പോഴേക്കും പിള്ളേരെല്ലാവരും അവിടെ കൂടിയിരുന്നു. സീനിയേഴ്സ് ആണെങ്കിൽ അതിനനുസരിച്ച് നിൽക്കണം, അല്ലാതെ ഗുണ്ടകളാകാൻ നോക്കരുത്. ഒരു സീനിയേഴ്സിന്റെ വില കൂടി കളയാനുണ്ടായ കുറെ ജന്മങ്ങൾ. നിങ്ങൾക്ക് എന്താ തള്ളേ? പ്രേമരോഗമാണോ? ഒരാൾക്ക് ഇഷ്ടമല്ലെങ്കിലും അയാളുടെ പിറകെ പ്രേമമ്മ എന്ന് പറഞ്ഞ് നടക്കാൻ നാണമില്ലേ നിങ്ങൾക്ക്? അച്ചു നിത്യയെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അച്ചു വേണ്ടടി, വാ പോകാം. മാളു അവളുടെ കയ്യിൽ പിടിച്ചു. എടി വാ, മതി. എല്ലാവരും ശ്രദ്ധിക്കുന്നത് കണ്ടതും അഞ്ജുവും അവളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് പൊട്ടിത്തള്ളെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾ ഇനി എത്ര കമഴ്ന്ന് കിടന്ന് ശ്രമിച്ചാലും നാച്ചേട്ടനെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ചേട്ടൻ ഞങ്ങളുടെ ജാനകിക്കുള്ളതാ.
നിങ്ങൾ വെക്കുന്ന വെള്ളം അങ്ങോട്ട് വാങ്ങി വെച്ചേക്ക്, ഇല്ലെങ്കിൽ അത് തിളച്ച് തിളച്ച് അവസാനം അതിലൊന്നും ഇല്ലാതാകും. കഷ്ടം. അച്ചു ദേഷ്യത്തോടെ അവരെ നോക്കി പറഞ്ഞു. ഡി. നിത്യ അവൾക്ക് നേരെ കൈയോങ്ങി. അച്ചു കണ്ണുകൾ ഇറുക്കി അടച്ചു. ഒന്നും സംഭവിക്കാഞ്ഞതും അവൾ കണ്ണുകൾ തുറന്നു നോക്കി. നിത്യയുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ആ പ്ലാറ്റിനം ചെയിനിട്ട കൈകളാണ് അവളുടെ കണ്ണിൽ ഉടക്കിയത്.